അപ്പോൾ ഇതൊക്കെ ഒരു സഹായമാണ്. ഇവരൊക്കെ ഈ പറമ്പ് ഇങ്ങനെ തെളിക്കുന്ന കൃഷിക്കാരൻ്റെ നിലനിൽപ്പിന് ഒത്തിരി ഒരു സഹായമാണ്. ഇതുപോലെ സൂക്ഷ്മമായിട്ട് നമ്മളിപ്പം കൂലിക്കാളെ നിർത്തി ചെയ്താലും അവർ ചെയ്യില്ല. ഹായ്, അന്ന കരീനാസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട് നമ്മുടെ കൃഷിഭൂമിയിൽ നടത്തുന്ന പണികൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മളിപ്പം ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം പണികൾ കുറച്ച് നേരമായി. ഇവരിവിടെയൊക്കെ ഏകദേശം ക്ലിയറായി, കുഴികൾ കുത്തി. ബാക്കി ഇതിനകത്തോടെ തന്നെ ഒരു ചെറിയൊരു തോട്, കൈത്തോട് പോലെ ഉണ്ടായിരുന്നു, വെള്ളം ഒഴുകുന്നത്. നമുക്കൊരു 1-2 മാസം വെള്ളം അതിനകത്തോടെ വെള്ളം ഉള്ളതാണ്. അതൊക്കെ അവർ നന്നായിട്ടിപ്പം ഇതിനകത്ത് തെളിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ കുറച്ച് സ്ഥലത്തോട്ട് മാറും. അപ്പം ഇതിനകത്ത് കുറച്ച് കൃഷികൾ വേറെ ഇടവേളയായിട്ട് നമ്മൾ കാപ്പി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇതിനകത്ത് ഈ കുഴികൾ ബാക്കി അതുള്ളിടത്തോട്ട് നമുക്ക് കുഴികുത്ത് കുറച്ചും കൂടെ ഇവർക്ക് ഭാരമാണ്. ഈ വേരുകളും അതിൻ്റെ എല്ലാം കൂടെ ആയിട്ട് കുഴികുത്താനും നല്ല പണികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പണികളാണ് ഇവരുടെ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പന്നല് അത് നിറച്ച് പേരായിരിക്കും. അവിടെയൊക്കെ കുഴി അത് അതിൻ്റെ വേരും കൊണ്ട് നിറഞ്ഞേക്കുമോ അല്ലേ. ഇതുപോലെയുള്ള ആ വേരൊക്കെ ഉള്ളിടത്ത് അവർ കുഴി കുത്തുക എന്ന് പറഞ്ഞാൽ നല്ല അധ്വാനമുള്ള പണിയാണ്. ഇതിപ്പം പഴയ കുഴി, നേരത്തെ ഉണ്ടായിരുന്ന കുഴി തെളിക്കുകയാണ് അവർ ചെയ്യണേ. ഇതൊക്കെ അത് തെളിച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം കുഴിയെല്ലാം മൂടിപ്പോയി, ഏകദേശം പുതിയ കുഴി പോലെ തന്നെ കുത്തണം. അപ്പോൾ അത് ഈ പന്നല് അങ്ങനെ പോലെയുള്ള റബ്ബറിൻ്റെ വേര് എല്ലാം വന്നു കഴിഞ്ഞാൽ ഈ വേരും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനും ഒരു പുതിയ കുഴി കുത്തണതിൻ്റെ ഏകദേശം തന്നെ അതേ പണികളുണ്ട്. അവിടെ ചെരുവ അവിടെയൊക്കെ സൂക്ഷിച്ച് അത് കനാലിൻ്റെ മറ്റേ മണ്ണെടുത്തിട്ടേ ഇങ്ങോട്ട് ഈ ചെരിഞ്ഞ് കിടക്കണ കാരണം അങ്ങോട്ട് തെന്നിപ്പോരും. ആണോ? ഏത് ഇന്ന് വീണോ? ഈ കാലയിൽ എന്നാ വെച്ച് കെട്ട്? അല്ല, ചെരുപ്പ് ഞാൻ പറഞ്ഞ ചേച്ചി, ഇപ്പൊ എല്ലാരും ഈ വള്ളിച്ചെരുപ്പ് ഇട്ടേക്കണേ. ഈ വള്ളിച്ചെരുപ്പ് മാറ്റിയിട്ട് മറ്റേ ഷൂസ് പോലത്തെ ഉണ്ടല്ലോ, ഈ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഷൂസ് ആയിട്ടാണെങ്കിൽ കാലയിൽ കോലും കുത്തിക്കയറിയല്ല, കുപ്പിച്ചില്ല, അങ്ങനെയുള്ള വല്ല ഇഴജന്തുക്കളൊക്കെ. ഇപ്പം ഇതുപോലെയുള്ള കാട്ടിക്കടിയൊക്കെ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ സുരക്ഷ കൂടെ നോക്കണം. കയറി വന്നു കഴിഞ്ഞാൽ അന്ന് ഒടിഞ്ഞിട്ട് ഒരു ഇത്രോ ഇടയെ കൊണ്ട് തന്നെ ദൈവം ഇങ്ങനെ ചെരിച്ചു വരുത്തി. പക്ഷെ അന്നേരം കാപ്പി വെട്ടി കുറ്റിയാണ്, അത് കയറിയിട്ട് ഇവിടെ നോക്കും. ഇപ്പം ഏറ്റവും എല്ലായിടത്തും അവർ കുഴികുത്തുകളാണ്. അവർക്ക് മെയിനായിട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ നല്ല അധ്വാനമുള്ള പണിയാണ്. ഇപ്പം എല്ലാ സ്ഥലത്തും അതെ. വെള്ള വങ്ങണമൊക്കെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതും അവർ കുഴിയും കുത്തും. അവർ അതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ ഒരാൾ സഹായിയായിട്ട് ചെയ്യുന്നത്. അത് മാറി മാറിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കുഴികുത്ത് നല്ല അധ്വാനമുള്ള ഒരു സംഭവമാണ്. ഈ ഒരു പ്രായത്തിൽ അതിൻ്റെ ഇരട്ടി അധ്വാനമാണ്. വടി കുത്തി പിടിച്ച് അവിടെ വടി ഒരു എന്നാത്തെങ്കിലൊക്കെ പിടിച്ചു നിന്നോ അവിടെ നിന്ന്. അവിടെ മുള്ള എല്ലാ സാധനവും ഉണ്ടല്ലോ. ആ ചേച്ചിയൊക്കെ നല്ല സർക്കസുകാർ നിൽക്കണ പോലെ നിൽക്കണ പൊക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ ഇന്ന് നേരെയുള്ളവർക്ക് മുറ്റത്തോടെ നടക്കാൻ പറ്റിയല്ലോ. ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? അത് ശരി. ഇപ്പോൾ 75 കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത് അങ്ങനെ തന്നെ പുല്ല് പോലെ
സംഗതി കാരണമുണ്ടോ? ഇപ്പോൾ ഈ എത്ര പെണ്ണുങ്ങൾ ഇതുപോലെ കുറ്റം പറഞ്ഞ ചെറുപ്പക്കാർ, അവർ തൊഴിലുറപ്പെന്ന് പറഞ്ഞ ആൾക്കാർ എത്ര പണി, ഒരു പൂച്ചെടി കുഴിച്ച് വയ്ക്കാൻ പറ്റുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ ആ പണിയുടെ ഒരു അധ്വാനം. അപ്പോൾ അവർ ഒരു ദിവസത്തിൽ ഈ 1 മണിക്കൂർ ചെയ്യണമെങ്കിൽ അത് മറ്റവർ ചെയ്യണതിൻ്റെ ഇരട്ടി അവർ ചെയ്യണുണ്ട്. ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ 56 വയസ്സിൽ 57 വയസ്സിൽ പെൻഷൻ കഴിഞ്ഞ് എല്ലാവരും പെൻഷൻ മേടിച്ച് വീട്ടിൽ ഇരിക്കണ സമയം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പം അല്ല പെൻഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയില്ല. 1000 എത്രയാ, 1500 അതൊരു സഹായമാണ്. എന്നാലും ഇപ്പോൾ അതും കൊണ്ട് അവർക്ക് ഇപ്പോൾ ഓരോ കാര്യങ്ങളോ അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും അതെ നമുക്കിപ്പം റബ്ബറിൻ്റെ തടെയുള്ളൊരു വെള്ളം പോകുന്നൊരു കാന ഒക്കെ തെളിച്ചു വിട്ടേക്കണതുണ്ട്. ഇതിപ്പോൾ റബ്ബറിനകത്തോടെ ഒരു ഇടവേളയായിട്ട് കാപ്പിയും കൂടെ ചെയ്തേക്കണതാണ്. കാപ്പി ഇപ്പം അത് നമ്മൾ വലിയ ഇതൊന്നും പ്രത്യേകമായിട്ടൊന്നും ചെയ്യാറില്ല. ഇതിനു വേണ്ടിയുള്ള ഇതുണ്ടോ കാപ്പിക്കുരു. കഴിഞ്ഞ കൊല്ലമൊക്കെ നിറച്ച് ഉരുവുണ്ടായിരുന്നു. ഇങ്ങനെ കാപ്പി റബ്ബറിൻ്റെ അകത്തോടെ ഒരു ഇടവേളയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ലാർജ് സ്കെയിലൊക്കെ ചെയ്യുക. ഇനിയിപ്പോൾ ഉള്ള ഒരു കൃഷി തന്നെ ചെയ്ത് നമുക്കൊരു മെച്ചങ്ങൾ അത്ര കിട്ടൂല. ഇങ്ങനെ കാപ്പി റബ്ബർ വിത്ത് കാപ്പിയാണ്. കൊക്കോ ചെയ്യാം. ഇതിന് പകരം കാപ്പി കൊക്കോയാണ് ഞാൻ റബ്ബറിനൊരു ഇതായിട്ട് ഏറ്റവും റബ്ബർ തോട്ടത്തിൽക്കൂടെ ബാക്കിയുള്ള ഒരുമാതിരി കൃഷികൾ റബ്ബർ നിറച്ച് വേരെ അതുപോലെ വളം വലിക്കും, പിന്നെ സൂര്യപ്രകാശം കുറവായിരിക്കും. ആ ഒരു ഇതിൻ്റെ പരിമിതിക്കകത്ത് വരുമ്പം കാപ്പിയും കൊക്കോയും നല്ലൊരു ഇടവേളയാണ് റബ്ബറിന്. കുറേ ആൾക്കാരൊക്കെ ചേമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും അത്രയൊരു സൂര്യപ്രകാശവും പിന്നെ അതിനിടുന്ന വളം കൂടെ റബ്ബർ വലിക്കുള്ളൂ. റബ്ബറിൻ്റെ വേരുകൾ നമുക്കറിയാമല്ലോ, എല്ലാം മൊത്തം ഇല്ലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ ഈ ഇടയ്ക്ക് ഇങ്ങനെ തൊഴിലുറപ്പുകാരുടെ ആ ഒരു ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് കൃഷിക്കാർക്കൊരു ഒത്തിരി സഹായമാണ്. ഇപ്പോൾ ഈ സാധനങ്ങൾക്ക് റബ്ബറിനൊന്നും വില ഇല്ല, ബാക്കിയുള്ള സാധനങ്ങൾക്കും എല്ലാം വില കുറഞ്ഞ ഒരു സമയത്ത് എല്ലാം കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അതേന്ന്. അപ്പോൾ എല്ലാവരും തോട്ടമൊക്കെ കാട് പിടിച്ച് കിടക്കുന്നത് കുറേയൊക്കെ ഇവരുടെ ഈ പണികൾ കാരണമാണ് ഇപ്പം ഇന്ന് കുറേയെങ്കിലും തെളിഞ്ഞ് കിടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആരും പൈസ മുടക്കി അതിനകത്തോട്ട് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ചേമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ പിന്നെ സൂര്യപ്രകാശമുള്ള സ്ഥലമാണ്. ഒക്കെ നമുക്ക് അതിൻ്റെ തണ്ടിനൊക്കെ പഴയ നാടൻ കറികൾക്കൊക്കെ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ തന്നെ കുഴിച്ച് വെച്ചേക്കണം. അവിടെ ചേമ്പുകളൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ. പഴയ ചേനത്തണ്ടും ചെറുപയർ എന്ന് പറഞ്ഞ പോലെ ചേമ്പിൻ്റെ തണ്ടും പയറും ഇല ഇട്ടിട്ടുള്ളൊരു കറിയൊക്കെ ഉണ്ടല്ലോ. ചേമ്പിൻ്റെ കൂമ്പ് ഇട്ടിട്ട് പയർ ആയിട്ടുള്ള ഭയങ്കര രുചിയുള്ളൊരു കറിയാണ്, മോരും ഒക്കെ ചേർത്ത്. അപ്പം അങ്ങനെയുള്ളൊരു ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ചുമ്മാ പിന്നെ കാഴ്ചയ്ക്ക് ഒരു ഭംഗിയാണല്ലോ വള്ള കയറി കിടക്കണേക്കാളും നല്ല. അല്ലാതെയുള്ള ഇപ്പം ഇന്ന് കൃഷികളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം തേന്ന് ചെയ്യുന്നത് നമ്മൾ ചെന്ന് ചെയ്താൽ പണിക്കാശ് കിട്ടുമെന്നുള്ളതല്ലാതെ കൃഷികളൊക്കെ ഇന്ന് അങ്ങനെ ഒരു മിതമായിട്ട്, അതാണ് ഇന്നിപ്പം കൃഷിക്കാരൻ്റെ ഏറ്റവും പറ്റിയേക്കുന്ന ഒരു കുഴപ്പവും നിലനിൽപ്പിൻ്റെ. അപ്പം ഇതൊക്കെ ഒരു സഹായമാണ്. ഇവരൊക്കെ ഈ പറമ്പ് ഇങ്ങനെ തെളിക്കുന്ന കൃഷിക്കാരൻ്റെ നിലനിൽപ്പിന് ഒത്തിരി ഒരു സഹായമാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ അവർ പണിയെടുത്തുകൊണ്ടിരുന്ന പറമ്പ് നമ്മൾ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അത് പണികളെല്ലാം തീർത്ത് കിടക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഇത്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ. ഇന്നലെ നമ്മൾ നോക്കുമ്പം പള്ളയും പിന്നെ കുറേ തെളിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ അത് കാരണം അത്രയും ഫീൽ ചെയ്യില്ല. വെള്ളം തെളിക്കണതിന് മുമ്പ് ഉള്ള ഭാഗം അത്രയും കാണിച്ചില്ലായിരുന്നു തോന്നും. എന്താണേലും ഇപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് അവരുടെ പണികൾ തീർന്ന് കിടക്കുന്ന തോട്ടമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഇത്രയും നീറ്റായിട്ട് ഇപ്പം പറമ്പ് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അടുത്ത പുതിയൊരു സ്ഥലം തുടങ്ങുകയാണ്. അന്നില്ലാത്ത കുറേ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. ഇപ്പോൾ വലിയൊരു കാട് കണ്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം അങ്ങോട്ടൊന്നും കയറത്തില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഇത് തെളിച്ച് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ സർപ്പക്കാവ് പോലെ കിടക്കുക. അത് ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ഇവിടെ രാവിലെ പുതിയ ഇപ്പോൾ അന്നത്തെ നമ്മൾ അഴിച്ച ടെൻ്റെല്ലാം അഴിച്ച് ഇത് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിനു വേണ്ടി എല്ലാം ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുക. ഇത് തന്നെ 1 മണിക്കൂർ നേരത്തെ പണിയാണ്. ഇതെല്ലാം ഒരു മഴ ഓർക്കപ്പുറത്ത് വന്നവർക്ക് നനയാതെ നിൽക്കാനൊക്കെ
ഉള്ള സെറ്റപ്പാണ്. ഇന്നിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് അവർ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച പുതിയതായിട്ട് തുടങ്ങിയാണ്. ഇതുണ്ട്, ഈ സൈസ് വനാണ്. ഇപ്പോൾ ഈ കാലാവസ്ഥയും ഇതൊക്കെ വന്നപ്പോൾ കാര്യം 2 പ്രാവശ്യം നമ്മൾ കളനാശിനിയൊക്കെ അടിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് ഇപ്പം ഇച്ചിരി അകലെയുള്ള പറമ്പായ നമ്മൾ പശു അങ്ങനെയുള്ളൊന്നും കെട്ടാനും പറ്റില്ലാത്ത കാരണം, അല്ലെങ്കിൽ ഇപ്പം എലിയൊക്കെ കെട്ടുന്നതാണെങ്കിൽ കുറേ കൂടെ ഇവിടെയൊക്കെ ആണെങ്കിലും അടുത്ത് പണ്ടൊക്കെ പശുക്കളൊക്കെ പലരും വേറെ ആൾക്കാരൊക്കെ അടുത്തുള്ളവർ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇത് ഇല്ലാത്ത കാരണം പശുക്കൾ വളർത്തുകാരൊന്നുമില്ല. അത് കാരണം മൊത്തം നല്ല വനമാണ്. ഇപ്പോൾ കുറേയൊക്കെ റബ്ബറുകളും പോയിട്ടുണ്ട്. നമ്മൾ ആ കോവിഡിൻ്റെ ടൈമിലായിരുന്നു. അപ്പോൾ പൈനാപ്പിളൊന്നും ആൾക്കാർ എടുക്കാനില്ലാത്ത കാരണം അവർ കൃഷിക്കാരൊക്കെ പൈനാപ്പിൾ ഉപേക്ഷിച്ചു. അപ്പോൾ ഇതിനകത്തോട് കയറാൻ പറ്റില്ലാതെ അവസ്ഥ വന്നു. അപ്പോൾ ഒന്നും റബ്ബറൊന്നും കേടുപോക്കാൻ പറ്റിയില്ല. അപ്പോൾ റബ്ബറും കുറച്ചൊക്കെ കുറവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കണ്ടുപിടിച്ച് കിടന്ന സ്ഥലമാണ്. ഏകദേശം മെയിൻ തൊട്ടി തീർന്നു. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആ വലിയ കാടായിട്ട് കിടന്ന തോട്ടാണ് ഇപ്പം കിടക്കണുണ്ടോ. ഇന്നിപ്പോൾ ആദ്യത്തെ ആ കാടിൻ്റെ വീഡിയോ നമ്മൾ മുകളിൽ കണ്ടതാണല്ലോ. അത് കഴിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം തോട്ടം എങ്ങനെ കിടക്കണമെന്നുള്ളത്, അതാണ് അവരുടെ പണി കൊണ്ടുള്ള ഗുണം. ഇതുപോലെ സൂക്ഷ്മമായിട്ട് നമ്മളിപ്പം കൂലിക്കാളെ നിർത്തി ചെയ്താലും അവർ ചെയ്യല. ഇന്നത്തെ ആ അവസ്ഥ എന്ന് നമ്മൾ നോക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം അറിയുള്ളൂ. അന്നത്തെ ആ ഇതിനു മുമ്പ് കിടന്ന അവസ്ഥ എന്നുള്ള വ്യത്യാസമാണിത്. ഇവർ രാവിലെ തുടങ്ങുന്നത് പ്രാർത്ഥിച്ചാണ് ഇവർ തുടങ്ങുന്നത്. പ്രാർത്ഥന ഗീതം. എല്ലാ ദിവസവും പ്രാർത്ഥനയോട് കൂടിയാണ് ഇവരുടെ പണികൾ ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ മറ്റൊരു തോട്ടത്തിൽ പുതിയൊരു പണികൾ ഇവർ തുടങ്ങുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതുവരെ ചെയ്ത പണികളിൽ നിന്ന് കുറച്ച് പണികൾ കൂടി നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ കയ്യാലകൾ, അതിർത്തി അങ്ങനെ വയ്ക്കുന്ന കയ്യാലകളുണ്ടല്ലോ, മതിൽ പോലെ നമ്മൾ കെട്ടുന്ന, അതിൽ തട്ടായിട്ട് തിരിക്കുന്നതും ഓരോ തൊട്ടിയായിട്ടും അതിൻ്റെ ബൗണ്ടറിയും, അങ്ങനെ കുറച്ച് കയ്യാല നമ്മൾ നേരത്തെ അവിടെ ഉള്ളതാണ്. കയ്യാല കല്ലുകൊണ്ട് വെച്ചേക്കുന്ന കയ്യാലയൊക്കെ പോയി തോട്ടമൊക്കെ റീപ്ലാന്റ് ചെയ്യുമ്പോൾ വണ്ടിയൊക്കെ കയറിയും കയ്യാലകൾ പലതും പോയതും പൊളിഞ്ഞു പോയതുണ്ട്. അപ്പോൾ അതും ഇവർ വീണ്ടും രണ്ടാമത് അത് പുനരുദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യാല വെപ്പുകളും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് 3-ാം ഭാഗത്തിൽ വീണ്ടും കാണാം. അപ്പോൾ 2-ാം ഭാഗം നമ്മുടെ ഇതോടുകൂടി അവസാനിക്കുകയാണ്.